നമസ്കാരം. ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനായി ഇറാൻ തുടങ്ങും. പശ്ചിമേഷ്യയിൽ സമാധാനമില്ലാത്ത നാളുകൾ. ഹോർമൂസ് കടലിടുക്ക് തുറന്നതായിട്ട് ഇറാൻ പറയുന്നു. പക്ഷെ കപ്പലുകൾ ഒന്നും തന്നെ അനങ്ങുന്നില്ല എന്നതാണ്. ഇറാന്റെ നീക്കം എന്ന് പറയപ്പെടുന്ന ലോകത്തിന് മികച്ചതും തിളക്കമാർന്നതുമായിട്ടുള്ള ദിനമാണ് എന്ന് ട്രംപ് പറയുമ്പോഴും ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടയ്ക്കാനായിട്ടാണ് ഇറാൻ ഇപ്പോൾ തുറന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ കരാർ നിർണായകമായിരിക്കുന്നു. ആ സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിൽ സമാധാനം വരുമോ അതോ വരാൻ പോകുന്നത് സമാധാനമില്ലാത്ത നാളുകളാണോ എന്നുള്ളതാണ്. ആഗോള എണ്ണ വ്യാപാരത്തിന്റെ ജീവനാഡിയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് വാണിജ്യ കപ്പലുകൾക്കായിട്ട് തുറന്നു കൊടുത്തതായിട്ട് ഇറാൻ പറയുന്നു. മാസങ്ങളായിട്ട് തുടരുന്ന ഉപരോധത്തിന് അയവ് വരുത്തിക്കൊണ്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരാഗച്ചിയാണ് പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇസ്രായേൽ ലബനൻ 10 ദിവസത്തെ വെടിനിർത്തൽ നിലവിൽ വന്നതിന് പിന്നാലെയാണ് ഇറാന്റെ ഈ നിർണായകമായിട്ടുള്ള നീക്കം എന്ന് പറയപ്പെടുന്നത്. പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള വിപണിയിൽ എണ്ണ വില കുത്തനെ ഇടിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെയാണ് തന്ത്രപ്രധാനമായിട്ടുള്ള ഈ കപ്പൽ പാത ഇറാൻ തടഞ്ഞു വെച്ചത്. നിശ്ചിത സുരക്ഷിത പാതകളിലൂടെ കപ്പലുകൾക്ക് ഇനി സഞ്ചരിക്കാമെന്നാണ് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ സൈനിക കപ്പലുകൾക്ക് കടലിടുക്കിലൂടെയുള്ള പ്രവേശനം ഇപ്പോഴും നിരോധിച്ചിരിക്കുകയാണ്. ഇറാന്റെ പ്രഖ്യാപനം വന്നുവെങ്കിലും കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ നീക്കം ഇപ്പോഴും അതീവ കുറവാണ് എന്നുള്ളതാണ് സാറ്റലൈറ്റ് ട്രാക്കിംഗ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല, മേഖലയിൽ ഇറാൻ മൈനുകൾ പാകിയിട്ടുണ്ടാകുമെന്ന ഭീതി നിലനിൽക്കുന്നതിനാൽ മിക്ക കപ്പൽ കമ്പനികളും ജാഗ്രതയിലാണ് എന്നുള്ളതാണ്. അന്താരാഷ്ട്ര മാരിടൈം ഓർഗനൈസേഷൻ സ്ഥിതിഗതികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വിലയിരുത്തിയിട്ടുമുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഏപ്രിൽ 22-ന് അവസാനിക്കാനിരിക്കുകയാണ് ഇപ്പോൾ ഈ പുതിയ നീക്കം. ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം സമാധാന കരാർ ഉണ്ടാകുന്നത് വരെ തുടരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. എങ്കിലും ഇറാന്റെ നീക്കം ലോകത്തിന് മികച്ചതും തിളക്കമാർന്നതുമായിട്ടുള്ള ദിനം ആയിരിക്കുമെന്ന് പറയുകയും ചെയ്തു. ഇവിടെ ഇറാന്റെ പ്രഖ്യാപനത്തെ ഇറാന്റെ തന്നെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായുള്ള തസ്നീം വിമർശിച്ചിരിക്കുകയാണ്. അമേരിക്കൻ ഉപരോധം തുടരുകയാണ് എങ്കിൽ കടലിടുക്ക് തുറന്നു കൊടുക്കുന്നതിന്റെ അർത്ഥമില്ല എന്നാണ് ഇവരുടെ വാദം. ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഖാലിബാഫും ഒപ്പം തന്നെ ട്രംപിന്റെ ഈ അവകാശവാദങ്ങൾ തള്ളിക്കൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു. ലോകത്തിലെ മൊത്തം എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും 20% കടന്നു പോകുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടം അടച്ചിട്ടതോടെ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വൻ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുകയും ഇന്ധനവില കുതിച്ചുയരുകയും ചെയ്തിരുന്നു. നിലവിലെ അയവ് വിപണിക്ക് താൽക്കാലികമായിട്ടുള്ള ആശ്വാസം നൽകുന്നതെന്നാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറാനിൽ സമ്പുഷ്ടീകരിച്ച് വെച്ചിരിക്കുന്ന യുറേനിയം അമേരിക്കയ്ക്ക് കൈമാറാൻ ഇറാൻ സമ്മതിച്ചായിട്ട് ട്രംപ് അവകാശപ്പെടുന്നു. എന്നാൽ ഇത് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം കർശനമായിട്ട് നിഷേധിച്ചിരിക്കുന്നു. തങ്ങളുടെ യുറേനിയം ശേഖരം ഈ സാഹചര്യത്തിലും അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലും ഒരിടത്തേക്കും മാറ്റമില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാറ്റുന്നില്ല എന്നുള്ള ഇറാന്റെ നിലപാട്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുള്ള ചർച്ചകൾ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് ട്രംപ് പറയുമ്പോഴും ഇറാനിലെ യുറേനിയം നീക്കം ചെയ്യാൻ കരസേനയുടെ ആവശ്യമില്ല എന്നും ഇരു രാജ്യങ്ങളും ചേർന്നത് നടപ്പിലാക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ പാതകൾ സംരക്ഷിക്കുന്നതിനായിട്ട് മൾട്ടിനാഷണൽ മിഷൻ ദൗത്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫ്രാൻസുമായി ചേർന്ന് നടത്തുന്ന ഈ ദൗത്യം സമാധാനപരവും ഒപ്പം തന്നെ പ്രതിരോധവും മാത്രമായിരിക്കുമെന്ന് കൂടി അവർ വ്യക്തമാക്കുന്നുണ്ട്. കടലിടുക്ക് തുറന്നെന്ന് ഇറാൻ പറയുമ്പോഴും ടാങ്കറുകളുടെ നീക്കം പഴപടിയായിട്ടില്ല. കപ്പലുകൾ തങ്ങളുടെ തിരിച്ചറിയൽ സംവിധാനങ്ങൾ ഓഫാക്കി സഞ്ചരിക്കുന്നത് വിവരങ്ങൾ ശേഖരിക്കുന്നതിന് തടസ്സമാകുന്നുണ്ട് എന്നുള്ളതാണ്. വിപണിയിലെ തകർച്ച എന്ന് പറയപ്പെടുന്നത് താൽക്കാലികമാണോ അതോ ശാശ്വതമാണോ എന്നൊക്കെ വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ നീക്കങ്ങൾ അത് തിരിച്ചറിയുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. എന്ത് തന്നെയായാലും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കാനായിട്ട് ഇറാൻ തീരുമാനിച്ചതും ഒപ്പം തന്നെ പശ്ചിമേഷ്യയിൽ സമാധാനമില്ലാത്ത നാളുകൾ വരാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകൾ കൂടിയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്നത്.